ഇപ്പം ഞാൻ കൈരളിയുടെ പരിപാടിയിൽ പ്രസംഗിച്ചത് ശരത്തുണ്ടായിരുന്നല്ലോ. അത് വൈറലായി. അപ്പം ഞാൻ പറഞ്ഞു അത് വൈറലായെങ്കിലും പിന്നെ ഒന്ന് ഇവിടെ എന്തോ സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട് മിനിസ്റ്റർ എഴുതിയത് മിനിസ്റ്റർ തള്ളുന്നു. അതെ, എന്ന് വെച്ചാൽ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുമ്പോൾ ജിയും ഫിലിപ്സ് ആണല്ലോ ടോണി ഉണ്ടോ അടുത്ത ഡയലോഗ് പ്രധാനമായിട്ടൊന്നാണ് ഇത്. ഞാൻ MP ആയിരിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ജനറൽ ആശുപത്രി എറണാകുളത്ത് MRI സ്കാനിങ് മെഷീൻ ഞാൻ വെച്ച ആളാണ്. അപ്പോൾ അന്നത്തെ പ്രധാന കമ്പനികൾ ഇതിലുണ്ട്, പിന്നെ സീമൻസ് ഉണ്ട്. അന്നേരം ഈ പറയുമ്പോൾ ഇപ്പോൾ കൈരളിയിൽ ഉണ്ടെങ്കിൽ അറിയാം, ശരത്തിലാണെങ്കിൽ അറിയാം. ഇത് പറഞ്ഞിട്ട് ഒരു വാചകം കൂടി ഉണ്ട്, പ്രധാനമായും ഈ 2 കമ്പനി പ്രധാനമായും വേണമെങ്കിൽ സീമൻസ് കൂടി ആ കൂട്ടത്തിൽ കൂട്ടാം. ഈ പ്രധാനമായും കളഞ്ഞു. അതുകൊണ്ട് ഒരു മന്ത്രിക്ക് അറിയില്ല 2 കമ്പനിയേ ഉള്ളൂ. പിന്നെ ടോണിയാണോ എഴുതിയെന്ന് അറിയില്ല, ആണി ഒരാൾ എഴുതിയല്ലോ, അങ്ങ് എഴുതി വളരെ തെറ്റായ കാര്യമാണ്. ടോണിയാണോ എഴുതിയെന്ന് അത് വളരെ തെറ്റായ ഒരു ആണി മാത്രം ഉണ്ടാക്കുന്ന സ്ഥാപനം വേണമെങ്കിൽ. ആണിയല്ല ഞാൻ എഴുതിയത്, മറ്റേ for want of a nail the shoe was lost. Yes, ആ കഥയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഞാൻ നേരിപ്പോയി കണ്ടതാണ് ഈ സ്ഥാപനം. ഒരു വളരെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് അവിടെ ഉണ്ടാക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ. നിങ്ങൾ നവോമിക്കലിൻ്റെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോ ലോഗോ എന്നൊരു പുസ്തകമുണ്ട്. ലോകത്തിൽ ഇപ്പോൾ നൈക്കിൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന 1% പോലും ഷൂ ഉണ്ടാക്കുന്നില്ല. ആഡിഡാസ് മിക്കവാറും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം. പലയിടങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. പല കമ്പ്യൂട്ടറുകളും ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ എന്താ പ്രശ്നം, ഈ കമ്പനിക്ക് പറയാൻ പറ്റില്ല, അത് ടോണിക്ക് ശരിക്കും അറിയാൻ പറ്റും. വിമർശകർക്ക് ഇതറിയാം. കാരണം എന്താ വെച്ചാൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, NDA ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ആ എഗ്രിമെൻ്റ് വെച്ചിട്ടേ എനിക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ നേരിൽ പോയി, ഞാൻ പക്ഷേ അത് പറഞ്ഞു പോയതാണ്. കാരണം ഇത്രയും വിമർശനങ്ങൾ കേരളത്തിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനം ഉണ്ട്, എനിക്കറിയാം.